കോഴ ആരോപണത്തിൽ പെട്ടുപോയ CPM നേതാവ് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയേക്കുമെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഷഹദ്. ടെലിഫോണിലാണ് ഷഹദ് ഉള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഹദ് റഹ്മാനല്ല, തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കുമെന്ന രീതിയിൽ സൂചന വരുന്നു. വിശദാംശങ്ങൾ. SKN കഴിഞ്ഞ 3 ദിവസമായി CPM-നെ സംബന്ധിച്ച് CPM-ന് വലിയ തലവേദനയായ ഒരു കാര്യമായിരുന്നു PSC ആരോപണം. നിയമസഭയിൽ 2 തവണ ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തുകയും CPM-നെയും സർക്കാരിനെയും പോലും സംശയനിഴലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കർശന നടപടിക്ക് CPM ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഏതാണ്ട് ധാരണയായി എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയോടക്കം ചോദിച്ചപ്പോൾ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ധാരണയില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് അറിവില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ PSC കോഴ ആരോപണത്തിൽ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി. മാത്രവുമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു പരാതി നൽകിയിട്ടും വേണ്ട വിധത്തിലുള്ള ഗൗരവം കാണിച്ചില്ലെന്നും ജില്ല കേന്ദ്രീകരിച്ച് കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ മൗനം പാലിച്ചു ജില്ലാ നേതൃത്വം എന്നുള്ള അതിരൂക്ഷ വിമർശനം അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രവുമല്ല, അത് ഗുരുതര വീഴ്ചയാണെന്നും ഉയർന്ന ആരോപണം ഗൗരവമുള്ളതായിട്ടും ജില്ലാ ഘടകം മുഖവിലക്കെടുത്തില്ലെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്, പ്രാഥമിക അംഗത്തിൽ നിന്നടക്കം പുറത്താക്കിക്കൊണ്ട് ഒരു പ്രതിരോധ നടപടിയിലേക്ക് CPM കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സബ്മിഷനായ വിഷയം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്, നാട്ടിൽ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഏത് തട്ടിപ്പിനെതിരെയും സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയെടുക്കും. മാത്രവുമല്ല, CPM-നെ സംബന്ധിച്ച് CPM-ന് ഒരു സുതാര്യത പ്രശ്നവുമില്ല. PSC നിയമനമടക്കമുള്ള കാര്യങ്ങൾ അത് സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒരു പടി കൂടി കടന്ന പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഈ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം, അതായത് ഡോക്ടർമാരോടക്കം മൊഴിയെടുത്തുകൊണ്ട് ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തുകൊണ്ട് ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ CPM-ഉം സർക്കാരും ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണം അത് പ്രതിപക്ഷം സഭയിൽ തന്നെ ഉയർത്തി. ഇതോടുകൂടിയാണ് CPM പൂർണ്ണമായും പ്രതിരോധത്തിലായതും ഇപ്പോൾ ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. സംഘടനാ നടപടികൾ പൂർത്തിയാക്കി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ ധാരണയായി എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. SKN. ഓക്കെ, താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാൻ CPM ആലോചിക്കുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. പാർട്ടിക്ക് ഒരുപാട് അവഗണനമുണ്ടാക്കിയ കോട്ടൂളിയെ പുറത്താക്കണമെന്ന് പാർട്ടിയിലെ വലിയൊരു സംഘം ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. PSC അംഗത്വം കൊടുക്കാൻ വേണ്ടി കോഴ വാങ്ങിച്ചു എന്നാണ് കോട്ടൂളിയുടെ പേരിൽ ഉയർന്ന ആരോപണം. ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ ഏതാണ്ട് ധാരണയായി എന്നാണ് നമുക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.